7 മാസം തികയുകയാണിന്ന് ജനിച്ചിട്ട്. അപ്പോൾ ഡോക്ടർമാരുടെ പ്രത്യേക കർശന സംരക്ഷണത്തിലേ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കും, നമ്മുടെ ക്യാമറയിലൊക്കെ നോക്കും. ഇറച്ചിയല്ലേ ഇപ്പൊ കഴിക്കുന്നത്? ബീഫാണല്ലേ? ബീഫാണ്. ബീഫും ആഴ്ചയിൽ ഒരു ദിവസം ചിക്കനും ഉണ്ട്. ഓണക്കാലത്ത് തിരുവനന്തപുരത്തെ മൃഗശാലയിൽ കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വിരുന്നൊരുക്കി സീബ്രകൾ മാത്രമല്ല മറ്റ് 2 അതിഥികൾ കൂടി ഇപ്പോൾ കൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 7 മാസം മുമ്പ് ഇവിടേക്ക് എത്തിച്ച 2 ഇവിടെ പിറന്ന സിംഹക്കുട്ടികളാണ്. സിംബയും സൂറിയും. ഈ 2 പേരെയും കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് സന്ദർശകർക്ക് കാണുന്നതിന് വേണ്ടി. 7 മാസം തികയുകയാണിന്ന് അവർ ഇവിടെ ജനിച്ചിട്ട്. അപ്പോൾ ഡോക്ടർമാരുടെ പ്രത്യേക കർശന സംരക്ഷണത്തിലേ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കും, നമ്മുടെ ക്യാമറയിലൊക്കെ നോക്കും. ഇത് കഴിക്കുന്ന ഭക്ഷണം ദിവസവും 1 നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെന്നാണ് നമ്മുടെ ഡോക്ടർമാർ പറയുന്നത്, വെറ്ററിനറി സർജൻ അടക്കം. അതായത് 2 കിലോ ബീഫ് ഓരോ സിംഹക്കുട്ടികൾക്കും ഉച്ചയ്ക്ക് കൊടുക്കും. അതാണ് അവരുടെ ദിവസേനയുള്ള ഭക്ഷണം. പിന്നെ അവരുടെ മെഡിക്കൽ പരിശോധനകളൊക്കെ നടത്താനായി, അല്ലെങ്കിൽ ആ പരിശോധനകളൊക്കെ കൃത്യമായി വിലയിരുത്താനായി മെഡിക്കൽ സംഘം സദാ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിറന്ന സിംഹക്കുട്ടികളാണ് ഈ കൂടിനുള്ളിലേക്ക് മാറ്റിയിരിക്കുന്ന സൂറിയും സൂംബയും. അതുകൊണ്ട് തന്നെ അവരെ കാണാനായി അടക്കം ജീവനക്കാരും ഇടവേളകളിൽ അവരെ കളിപ്പിക്കാനൊക്കെയായി ഇവിടേക്ക് എത്തും. അവർക്കൊക്കെ അരികിലേക്ക് 2 പേരും ഓടിയെത്തും. ചിലപ്പോൾ ആ സൗഹൃദം ഒരു ആത്മബന്ധമാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ പരിചാരകരുടെ ശരീരത്തിലേക്ക് അള്ളിക്കയറാൻ ശ്രമിക്കും. നമ്മുടെ പൂച്ചയും പട്ടികളുമൊക്കെ എങ്ങനെയാണോ കയറുന്നത്, സമാനമായ തരത്തിൽ ദേഹത്തേക്ക് അള്ളിക്കയറാനൊക്കെ നോക്കും. അങ്ങനെ ഇത് ഒരു വന്യജീവി തന്നെയാണോ എന്ന് സംശയം വരുന്ന തരത്തിലായിരിക്കും ചില സമയങ്ങളിൽ അതിൻ്റെ പെരുമാറ്റം. എന്തായാലും ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അതിൻ്റെ കെയർ ടേക്കർ അദ്ദേഹത്തോടൊപ്പം 2 സിംഹക്കുട്ടികൾ ഇവിടേക്ക് എത്തുകയാണ്. ചേട്ടാ, 1 മിനിറ്റ് ഇങ്ങോട്ട് വരുമോ? ഭക്ഷണം കൊടുക്കുന്ന സമയമായോ? വരുന്നുണ്ട്. 1 മണിക്കൂറിനകത്ത് കൊടുക്കും. ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കും. ഇതെങ്ങനെയാ നിങ്ങളുടെ അടുത്ത് നല്ല അറ്റാച്ച്ഡ് ആയി അല്ലേ? എൻ്റെ അടുത്ത് നല്ല അറ്റാച്ച്ഡ് ആണ്. ഞാൻ തന്നെ കുഞ്ഞിലെ പോലെ നോക്കുന്നതല്ലേ, അതുകൊണ്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. വേറെ കുഴപ്പങ്ങളൊന്നും. ഇത് അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്ന അങ്ങനെ അധികാരം കയറാറില്ല. എൻ്റെ കൂടെ 1-2 പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് വലുതായി വരുമ്പോൾ ഇവരെ ആക്രമിക്കും, മറ്റുള്ളവരെ ആക്രമിക്കും. ക്വാറന്റൈൻ കാലം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായി അല്ലേ? കഴിഞ്ഞ് ഇപ്പൊ അവർക്ക് പ്രശ്നമില്ല. പുറത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഫുഡൊക്കെ സ്വന്തമായിട്ട് തന്നെ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. ഇറച്ചിയല്ലേ ഇപ്പൊ കഴിക്കുന്നത്? ബീഫാണല്ലേ? ബീഫാണ്. ബീഫും ആഴ്ചയിൽ ഒരു ദിവസം ചിക്കനും ഉണ്ട്. ഡോക്ടർ പറഞ്ഞു ബീഫ് 2 കിലോ വീതം ഒരു ദിവസം കൊടുക്കും. ആ ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. ഇതിന് 1 നേരം മതിയാവും. കാരണം ഫുള്ള് ഇറച്ചിയല്ലേ, അപ്പൊ ഇത് ഡൈജസ്റ്റ് ആയി വരാൻ ടൈം എടുക്കും. അപ്പൊ ഇവർക്ക് 1 നേരം കഴിച്ചാൽ മതി. ബാക്കി സമയം അവർ കൂടുതൽ കുറച്ച് സമയം ഉറങ്ങും, പിന്നെ കുറച്ച് സമയം ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യും ബാക്കി. അപ്പൊ അവർക്ക് ആ ദഹനം കറക്റ്റ് പ്രോപ്പർ ആവും. അപ്പൊ ഈ ചൂട് കൂടുന്ന സമയത്ത് ഇതിനെ ഈ നമ്മള് സ്പ്രിംഗ്ലർ വെച്ചു കൊടുക്കുക, വെള്ളം തെളിച്ചു കൊടുക്കുക, പിന്നെ കുളിപ്പിക്കുക, ഇടയ്ക്ക് അങ്ങനെ ചെയ്യും. പേരെന്തായിരുന്നു? എൻ്റെ പേര് അനിൽകുമാർ. ഓക്കെ. അപ്പോൾ അനിൽകുമാറിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ 2 സിംഹക്കുട്ടികളെ ഈ കൂടിനുള്ളിൽ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സീബ്രകൾ എത്തിയതിൻ്റെ കൗതുകത്തിലായിരുന്നു തിരുവനന്തപുരം മൃഗശാല. ആ കൗതുകത്തിൻ്റെ മാറ്റ് കൂട്ടിക്കൊണ്ടാണ് 2 സിംഹക്കുട്ടികളെ കൂടി സന്ദർശകർക്ക് വേണ്ടി ഇപ്പോൾ കാണാൻ കഴിയുന്ന വിധത്തിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. വളരെ കൗതുകമുണർത്തുന്ന കാഴ്ച നേരിൽ കാണണം. നമ്മൾ ഈ ക്യാമറ സ്ക്രീനിൽ, TV സ്ക്രീനിൽ കാണുന്നതിനൊക്കെ, മൊബൈൽ സ്ക്രീനിൽ കാണുന്നതിനപ്പുറത്തൊക്കെ നേരിൽ കാണുമ്പോൾ മാത്രമേ അതിൻ്റെ കൗതുകം മനസ്സിലാകുകയുള്ളൂ. അത്രയും സുന്ദരമായ കാഴ്ചയാണ്. അതുകൊണ്ട് അവധിയാണ്, കുട്ടികളുമൊക്കെയായി സമയം എങ്ങനെ ചെലവഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് തിരുവനന്തപുരം മൃഗശാലയിലെത്താം. ഈ കൗതുക കാഴ്ചകൾ നേരിൽ കാണുകയും ചെയ്യാം. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.